ഗുഡ് മോർണിംഗ് ആൾ. 8ാം ക്ലാസ് സയൻസ് പാഠപുസ്തകത്തിലെ 7ാമത്തെ ചാപ്റ്ററായ നട്ട് നനയ്ക്കാൻ നന്മകൾ കൊയ്യാം, ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. മാക്സിമം ക്വസ്റ്റ്യൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് പഠിക്കാൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ കാർഷിക ദിനമായി ആചരിക്കുന്ന ദിവസം എന്നാണ്? ചിങ്ങം 1. സ്ഥലപരിമിതികൾ മറികടക്കാനുള്ള കൃഷി മാതൃകകൾ. ഈ നഗരപ്രദേശങ്ങളിലൊക്കെ സ്ഥലപരിമിതികൾ മറികടക്കാനുള്ള കൃഷി മാതൃകകളാണ് ചാക്കിലെ കൃഷി, അക്വാപോണിക്സ്, പെറ്റ് പോട്ടിലെ കൃഷി, ടെറസിലെ കൃഷി, വെർട്ടിക്കൽ ഫാമിംഗ്. വെർട്ടിക്കൽ ഫാമിങ്ങിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ലംബമായി അടുക്കി വെച്ചിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന രീതിയാണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്. ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സിന്റെ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തുന്നു. നഗരപ്രദേശങ്ങളിലും സ്ഥലപരിമിതി ഉള്ളവർക്കും ഈ രീതി ഉപയോഗപ്രദമാണ്. കൃത്രിമമായ വെളിച്ചം, മഴ, വെയിലിനെയോ പ്രതിരോധിക്കുന്ന മറകൾ എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ച കാലാവസ്ഥാ വ്യതിയാനം കണക്കിലെടുക്കാതെ തന്നെ നമുക്കിത് കൃഷി ചെയ്യാനായിട്ട് കഴിയും. കൃത്രിമമായി വെളിച്ചം, മഴയെയോ വെയിലിനെയോ പ്രതിരോധിക്കുന്ന മറകൾ എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ച കാലാവസ്ഥാ വ്യതിയാനം കണക്കിലെടുക്കാതെ കൃഷി ചെയ്യാനായിട്ട് കഴിയും. നാനോ വളങ്ങൾ, നാനോ യൂറിയ, നാനോ ഫോസ്ഫറസ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ് എന്നിവയാണ് നാനോ വളങ്ങൾ. നാനോ യൂറിയ, നാനോ ഫോസ്ഫറസ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ് എന്നിവയാണ് നാനോ വളങ്ങൾ. നാനോ വളങ്ങളുടെ പ്രത്യേകതകൾ. കണികാ രൂപത്തിലുള്ള കൃത്രിമ വളമാണ് നാനോ വളങ്ങൾ. സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാനായിട്ട് കഴിയും. ചുരുങ്ങിയ അളവിൽ മതിയാവും. കൃത്രിമ വളങ്ങളെ പോലെ മണ്ണിന്റെ രാസഘടനയ്ക്ക് മാറ്റം വരുത്തുന്നില്ല. നാനോ വളങ്ങൾ കണികാ രൂപത്തിലുള്ള കൃത്രിമ വളമാണ്. സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാനും കഴിയും. ചുരുങ്ങിയ അളവിൽ മതിയാവും. കൃത്രിമ വളങ്ങളെ പോലെ മണ്ണിന്റെ രാസഘടനയിൽ മാറ്റം വരുത്തുന്നില്ല. കൃത്രിമ വളങ്ങൾ എന്തെല്ലാം? അമോണിയം ഫോസ്ഫറസ്, യൂറിയ, അമോണിയം സൾഫേറ്റ് എന്നിവയാണ് കൃത്രിമ വളങ്ങൾ. അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, അമോണിയം സൾഫേറ്റ്. കൃത്രിമ വളങ്ങളുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് മണ്ണിന്റെ പോഷക മൂല്യം വർദ്ധിപ്പിക്കുന്നതിനായി കൃത്രിമമായി നിർമ്മിച്ച് ഉപയോഗിക്കുന്ന വളങ്ങളാണ് കൃത്രിമ വളങ്ങൾ. സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാനായിട്ട് കഴിയും. അമിതമായ വളപ്രയോഗം മണ്ണിന്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യുന്നു. ജീവാണുവളങ്ങൾ. റൈസോബിയം, അസോസ്പെർലം, മൈക്കോറൈസ എന്നിവയാണ് ജീവാണുവളങ്ങൾ. ജീവാണുവളങ്ങളുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയുടെ സ്ഥിരീകരണത്തിന് സഹായിക്കുന്ന സൂക്ഷ്മ ജീവികളെ മണ്ണിൽ ചേർക്കാനായിട്ട് ജീവാണുവളങ്ങൾ ഉപയോഗിക്കുന്നത്. മണ്ണിന്റെ ഘടനയ്ക്കും വിഘാടകർക്കും ഇത് ദോഷം ചെയ്യുന്നില്ല. ജൈവവളങ്ങളുടെ പ്രത്യേകത. ജൈവ അവശിഷ്ടങ്ങളാണ് ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നത്. മണ്ണിന്റെ ഘടനയ്ക്കോ വിഘാടകർക്കോ ദോഷം ചെയ്യുന്നില്ല. വിഘാടകർ ഇവയിൽ നിന്ന് സ്വതന്ത്രമാകുന്ന പോഷകങ്ങളാണ് സസ്യങ്ങൾക്ക് ലഭിക്കുന്നത്. പോഷകങ്ങളുടെ അളവ് കുറവായിരിക്കും. വിഘടന പ്രക്രിയയ്ക്ക് കാലതാമസം എടുക്കും. ജൈവാണുവളങ്ങൾക്ക് വിഘടന പ്രക്രിയയ്ക്ക് കാലതാമസം എടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മണ്ണിന് ആവശ്യമായ മാക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? മാക്രോ ന്യൂട്രിയൻസ് ആണ് നൈട്രജൻ, പൊട്ടാസ്യം, സൾഫർ, കാൽസ്യം, മഗ്നീഷ്യം. മണ്ണിന് ആവശ്യമായ മൈക്രോ ന്യൂട്രിയൻസ് ഏതെല്ലാം? ഇരുമ്പ്, ബെരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, ബോളിബസിയം, ക്ലോറിൻ എന്നിവയാണ് മണ്ണിന് ആവശ്യമായ മൈക്രോ ന്യൂട്രിയൻസ്. ലീഫ് കളർ ചാർട്ട്. ധാന്യവിളകളിൽ നൈട്രജൻ ലഭ്യത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനുള്ള ഒരു എളുപ്പ മാർഗമാണിത്. ചെടികളുടെ ഇലകളുടെ നിറം പ്രമാണ ചിത്രവുമായി താരതമ്യപ്പെടുത്തി നൈട്രജൻ വളങ്ങൾ എത്രത്തോളം ചേർക്കേണ്ടതുണ്ട് എന്ന് കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ചാർട്ടാണ് ലീഫ് കളർ ചാർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാതൃസസ്യത്തിന്റെ അതേ ഗുണത്തിൽ സവിശേഷതയുള്ള ധാരാളം സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ടിഷ്യൂ കൾച്ചർ. മാതൃസസ്യത്തിന്റെ അതേ ഗുണവും സവിശേഷതയുമുള്ള ധാരാളം സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ടിഷ്യൂ കൾച്ചർ. ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ മാറ്റം വരുത്തി വിളകളിൽ പുതിയ സ്വഭാവ സവിശേഷതകൾ ഉൾച്ചേർക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള വിളകളെ പറയുന്ന പേരാണ് GM വിളകൾ. ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ മാറ്റം വരുത്തി വിളകളിൽ പുതിയ സ്വഭാവ സവിശേഷതകൾ ഉൾച്ചേർക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള വിളകളെ പറയുന്ന പേരാണ് GM വിളകൾ. ജലം തുള്ളിത്തുള്ളിയായി
വേര് പടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകൾ, വാൾവുകൾ ഉപയോഗിച്ചിട്ടുള്ള ജലസേചന രീതിയാണ് തുള്ളി നന. പരുത്തി തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്ന് ചെടികളുടെ വേര് പടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന രീതിയാണ് തിരിനന. ബാഷ്പീകരണ നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കുവാനായി കരിയിലകൾ, വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിൽ മണ്ണിൽ ആഗിരണം ചെയ്യുന്ന പരമ്പരാഗത രീതിയാണ് പുതയിടൽ. ബാഷ്പീകരണ നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കുവാനായി കരിയിലകൾ, വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിൽ മണ്ണിൽ ആവരണം ചെയ്യുന്ന പരമ്പരാഗത രീതിയാണ് പുതയിടൽ. സസ്യപരിപാലനത്തോടൊപ്പം പക്ഷികൾ, മത്സ്യങ്ങളെ വളർത്തുന്ന കൃഷി രീതിയാണ് സംയോജിത കൃഷി. സംയോജിത കൃഷി എന്ന് പറയുന്നത് സസ്യപരിപാലനത്തോടൊപ്പം പക്ഷികൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ എന്നിവയെ വളർത്തുന്ന കൃഷി രീതിയാണ്. പ്രധാനപ്പെട്ട സ്മാർട്ട് ഫാമിംഗ് രീതികൾ: നിർമ്മിത ബുദ്ധി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത് സെൻസറുകളുടെ സഹായത്തോടുകൂടി ജലാംശം, ഫലപുഷ്ടത, കീടബാധിത എന്നിവ മനസ്സിലാക്കുന്ന കൃഷിരീതിയാണ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത് സെൻസറുകളുടെ സഹായത്തോടുകൂടി സസ്യത്തിലെ ജലാംശം, വളങ്ങളുടെ ലഭ്യത എന്നിവ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പോഷക ലായനിയിൽ സസ്യങ്ങളെ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. എയറോപോണിക്സ് എന്ന് പറയുന്നത് വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും പോഷകവും യഥാസമയം സെൻസറുകളുടെ സഹായത്തിൽ ലഭ്യമാക്കുന്ന രീതിയാണ് എയറോപോണിക്സ്. ഭൗമസൂചിക പദവി ലഭിച്ച ചിലയിനം കാർഷിക ഉൽപ്പന്നങ്ങൾ: പാലക്കാടൻ മട്ടേരി, മലബാർ കുരുമുളക്, കുറ്റിയാട്ടൂർ മാങ്ങ, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, തിരൂർ വെറ്റില. 7ാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ അവസാനിച്ചിരിക്കുന്നു. കൂടുതൽ ഇൻഫർമേഷനായി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. Thank you for watching.